ശാന്തി. എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ ചോദിക്കുന്ന, ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വീട്ടിലുള്ളവർ നമ്മളെ മാനിക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ മാനിക്കുന്നില്ല, എൻ്റെ ഭർത്താവ് എന്നെ മാനിക്കുന്നില്ല, ഭർത്താവിൻ്റെ വീട്ടുകാരെന്നെ മാനിക്കുന്നില്ല, എൻ്റെ വീട്ടുകാരെന്നെ മാനിക്കുന്നില്ല, എൻ്റെ ഓഫീസിലാരും എനിക്ക് വില തരുന്നില്ല. ഇങ്ങനെ നിരവധി സാഹചര്യങ്ങൾ, നിരവധി പരിതസ്ഥിതികൾ, എല്ലാവർക്കും ഒരേ പരാതി, എന്നെ ആദരിക്കുന്നില്ല, എന്നെ മാനിക്കുന്നില്ല, വീണ്ടും വീണ്ടും ചാൻസ് കിട്ടുമ്പോൾ മുഴുവൻ എന്നെ അപമാനിക്കുകയാണ്, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന്. അങ്ങനെ ഒരുപാട് പേരുടെ പല സാഹചര്യങ്ങളിൽ നിന്നുള്ള ചോദ്യം ഒന്ന് തന്നെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തു തരണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഈ ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരാൾ വീണ്ടും വീണ്ടും അപമാനിച്ചാൽ എന്ത് ചെയ്യണം എന്നതാണ്. തീർച്ചയായിട്ടും അപമാനിക്കാനായിട്ട് അവർക്ക് ചാൻസ് ഒരുക്കി കൊടുക്കുന്നത് നമ്മളാണ്, അല്ലാണ്ട് അവരല്ല എന്നതാണ് സത്യം. ഞാനൊരു ബുദ്ധൻ്റെ കഥ ഓർത്തു പോവുകയാണ്. നിങ്ങളോട് മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മിക്കുകയാണ്. ബുദ്ധൻ ഒരു സത്സംഗം നടത്തുന്ന സമയത്ത് ഒരാൾ ബുദ്ധനെ അവിടെ വന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു. എല്ലാം കേട്ട് ബുദ്ധൻ ശാന്തമായിട്ടിരുന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം കുറേ നേരം കഴിഞ്ഞപ്പോൾ ബുദ്ധൻ അയാൾ അടുത്തേക്ക് വിളിച്ചു, വരും മകനെ ഇവിടേക്ക് വരാൻ വിളിച്ചു അത്രേ. അങ്ങനെ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, നിനക്കൊരാൾ ഒരു കൊട്ട ചീഞ്ഞ മുട്ട തന്നു, നീ അത് വാങ്ങിയിട്ടില്ലെങ്കിൽ അത് ആരുടെ കയ്യിലുണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അതിപ്പം ഇത്ര വലിയ സംശയമുള്ള കാര്യം ചോദിക്കാനുള്ളത്, കൊടുത്ത ആളുടെ കയ്യിലുണ്ടാവും, ആയിക്കോട്ടെ, നീ തന്നതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപമാനിക്കാൻ വേണ്ടി പബ്ലിക്കായിട്ടുള്ള സ്പീച്ച് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് എല്ലാ ആളുകളുടെ മുന്നിൽ വെച്ച് അത്ര നേരം സംസാരിച്ചിട്ടും അവസാനം അയാൾക്ക് ബുദ്ധനെ അപമാനിക്കാൻ സാധിച്ചില്ല. കാരണം സ്വന്തം സെൽഫ് റെസ്പെക്റ്റ്, സ്വ അഭിമാനം അത്രയും ഉയർന്നതായിരുന്നു. രാമായണത്തിൽ ഒരു കഥ ഞാൻ ഓർത്തു പോവും. ഹനുമാന് ഇരിക്കാൻ സ്ഥാനം കൊടുക്കാതെ രാവണൻ സംസാരിക്കാൻ നോക്കിയപ്പോൾ ഹനുമാൻ തൻ്റെ വാല് ചുരുട്ടി 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 രാവണൻ്റെ സിംഹാസനത്തേക്കാൾ മേലെയുള്ളതായിരിക്കുന്ന ഹൈറ്റിലിരുന്നിട്ട് രാവണന് മേലേക്ക് നോക്കി സംസാരിക്കേണ്ടി വന്നു. ഹനുമാൻ താഴേക്ക് നോക്കി സംസാരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒരാൾ അനാദരിക്കാൻ നോക്കുന്ന സമയത്ത്, മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ, നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ, റിജക്റ്റ് ചെയ്യുമ്പോൾ, എന്നെ അവർ റിജക്റ്റ് ചെയ്യാൻ ഞാൻ തന്നെയാണ് അവസരം ഒരുക്കി കൊടുക്കുന്നത്. ഞാൻ അവിടെ അവർ തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് ഓക്കെ എന്നാണെങ്കിൽ അവർക്ക് നമ്മൾ അപമാനിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ അവർക്ക് സ്ഥാനം കൊടുക്കുകയും നമ്മുടെ മനസ്സിൽ വലിയൊരു ഇടം കൊടുക്കുകയും അവർ എനിക്ക് ഇടം തരണം എന്ന് വിചാരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്നെ അപമാനിച്ചു എന്ന് തോന്നുന്നത്. അതുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് അത്യധികം ശക്തിശാലിയായിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതിനെ ആര് സ്വന്തമാക്കിയിട്ടുണ്ടോ അവരെ അപമാനിക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അവനവനെ ആദരിക്കാൻ നമുക്ക് എപ്പോഴാണ് സാധിക്കുക? പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലൂടെ ജീവിച്ചു പോകുന്നവർ ഉപയോഗിക്കുന്ന ചില കോട്ടിങ്സ് ഉണ്ട്. എനിക്കെൻ്റെ ജീവിതം മടുത്തു, എനിക്ക് ജീവിക്കണമെന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു, ഞാൻ പലതവണ മരിക്കാൻ വേണ്ടി ശ്രമിച്ചു, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, ഈ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല, ഞാൻ എന്തു ചെയ്യണം? ഇങ്ങനെ ഇതെല്ലാം ഞാൻ എൻ്റെ വാക്കല്ല കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന കോമൺ ക്വസ്റ്റ്യൻസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്ത് പറയുകയാണ്. അതുകൊണ്ട് അത്തരം വാക്കുകളിലൂടെ സ്വയം അവനവൻ്റെ ആദരവിനെ നമ്മൾ തന്നെയാണ് തല്ലിക്കെടുത്തുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ തന്നെ അനാദരവ് കാണിക്കരുത്. നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഒരു കുട്ടി എന്നോട് വേറൊരു ചോദ്യം ചോദിച്ചിരുന്നു, എന്താണ് സെൽഫ് ലവ്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്ന്. ഞാനൊരു കുട്ടിക്ക് ഉത്തരം കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞതാണ്, അതും ഞാൻ പറയുകയാണ്. എന്താണ് സെൽഫ് ലവ് എന്ന് വെച്ചാൽ, അവനവനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ അർത്ഥം സ്വയം നമ്മളെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുക എന്നർത്ഥം. ജീവിതത്തിനൊരു ലക്ഷ്യം കണ്ടെത്താൻ നമ്മൾ തയ്യാറാവുക എന്നർത്ഥം. ലക്ഷ്യമില്ലാത്തൊരു യാത്രയിൽ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നതായിട്ടുള്ള കഥയിൽ പറഞ്ഞ പോലെ മൂന്നും കൂടിയ മൂലയിൽ നിന്ന് ആലീസ് ചോദിക്കുകയാണ്, ഒരു മുയൽക്കുട്ടൻ ചാടി വന്നപ്പോൾ ഞാൻ ഏത് വഴിയിലാണ് പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുയൽക്കുട്ടൻ ചോദിച്ചു പോലും എവിടേക്കാണ് പോകേണ്ടത് എന്ന്. അപ്പോൾ ആലീസ് പറയും എനിക്കത് അറിഞ്ഞൂടാ. അപ്പോൾ മുയൽക്കുട്ടൻ തിരിച്ചു ചോദിച്ചു പോലും എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഏത് വഴിയിലൂടെ പോയാലും എന്താ പ്രശ്നം എന്ന്. ജീവിതത്തിന് ലക്ഷ്യം കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ട
തരേണ്ട ആദരവ് അവരാണ് തരേണ്ടത്, ഇവരാണ് തരേണ്ടത്, എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് തരേണ്ടത്, എൻ്റെ സൊസൈറ്റിയാണ് തരേണ്ടത്, എൻ്റെ ഓഫീസ് സ്റ്റാഫാണ് തരേണ്ടത്, എൻ്റെ കൊളീഗ്സാണ് തരേണ്ടത്. അവരെല്ലാം എവിടെ നിന്ന് എനിക്ക് ജീവിക്കണം, എന്തെനിക്ക് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് എല്ലാവരും തരണം 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 എന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്പിരിച്വലി ഒരു യാചകൻ്റെ സ്ഥിതിയിലാണ് അവരുടെ അവസ്ഥ എന്നർത്ഥം. അപ്പം നമ്മൾ സ്പിരിച്വലി യാചകൻ്റെ സ്ഥിതിയിലാണെങ്കിൽ ഫിസിക്കലി നിങ്ങൾ എത്ര വലിയ പൊസിഷനിൽ ഇരുന്നാലും നിങ്ങളെ ആർക്കും ആദരിക്കാൻ സാധ്യമല്ല. അതാണ് സത്യവും. അതുകൊണ്ട് ആദരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നിങ്ങളുടെ കുറ്റം കാണാൻ തുടങ്ങും. അപമാനിക്കാനുള്ള വേറൊരു വഴിയാണ് നിങ്ങളുടെ കുറവുകൾ എന്ത് അതെല്ലാവരുടെ മുന്നിലും പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് അവനവനെ സ്നേഹിക്കാൻ ആദ്യം നമുക്ക് പഠിക്കണം. അവനവനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നമ്മൾ കണ്ടെത്തണം. നമുക്ക് വേണ്ടി ഒരു ഡിസിപ്ലിൻ നമ്മൾ തയ്യാറാക്കിയിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇത്ര രീതിയിൽ ഞാൻ ഇങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുന്നത് കൃത്യമായിട്ട്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, വലിയ ആളുകളുടെ ഒരുപാട് പേരുടെ ജീവിത കഥ വായിച്ചു നോക്കിയിട്ടുണ്ട്. അവിടെ എല്ലാം അവർക്കുള്ള ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി കണ്ടിരിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ട് എങ്കിൽ, ജീവിതത്തിൽ എല്ലാവരാലും ആദരണീയരായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സ്വന്തമാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏത് സമയത്ത് എന്ത് ഞാൻ ചെയ്യണം എന്ന് സ്വയം അവനവനെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിർത്തിയവരാണ് എല്ലാവരും. ഞാൻ എപ്പോൾ വായിക്കണം, എപ്പോൾ പഠിക്കണം, എപ്പോൾ ഉറങ്ങണം, എന്ത് ഞാൻ ചെയ്യണം, ഒരാളോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ന് കരുതിയിട്ട് ടോളറൻസ് എന്ന് വെച്ചാൽ അർത്ഥം എല്ലാം സഹിക്കാന്നൊന്നുമല്ല. പ്രതികരിക്കണം വേണ്ട അളവിൽ. എന്തിനോടും പ്രതികരിക്കുക, അതും പക്കാ വിഡ്ഢിത്തരമാണ്. എന്താര് പറഞ്ഞാലും സഹിക്കുക, അതും പക്കാ വിഡ്ഢിത്തരമാണ്. പറയാൻ പറ്റണം, പ്രതികരിക്കണം വേണ്ട അളവിൽ, ശാന്തമായിക്കൊണ്ട്, ക്രോധത്തോടെയല്ല, ശാന്തമായിക്കൊണ്ട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. ആ പ്രതികരണം നമുക്ക് സുഖം തരുന്നതാണ്. അവിടെ നമ്മുടെ ആത്മാഭിമാനത്തെ വർദ്ധിപ്പിക്കുകയുള്ളൂ. ഒരു 10,000 വാക്ക് അവർ പറയുമ്പോൾ നിങ്ങൾ ശാന്തമായി പറയുന്ന 2 വാക്കുകൾ കൊണ്ട് അതവിടെ കെട്ടപ്പെട്ടു പോകും. അതോടെ എല്ലാം അവിടെ അവസാനിച്ചു പോകും. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുറേ അപമാനിക്കുന്ന ആളുകൾ കുറേ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ കുറേ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശാന്തമായ 2 വാക്കുകൊണ്ട് പിന്നെ അവർ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാവുന്നു. അഥവാ കണ്ടു നിൽക്കുന്ന കേട്ടു നിൽക്കുന്ന ആൾക്കാർ ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് നോക്ക് നിങ്ങൾ അവരെ. അപ്പം അതുകൊണ്ട് നീ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് ചെയ്ത് കണ്ടിട്ടുള്ള അനുഭവം വരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഓപ്പണായി പറയുകയാണ്, നമുക്ക് പ്രതികരിക്കണം. വേണ്ട രീതിയിൽ വേണ്ട അളവിൽ നമുക്ക് സംസാരിക്കാൻ പറ്റണം. ഇതിൻ്റെ പേരാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന്, ഇതിൻ്റെ പേരാണ് സെൽഫ് ലവ് എന്ന്. നിങ്ങൾ എന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ വാല്യൂ എൻ്റെ ഉള്ളിലുണ്ട്, എനിക്കറിയാം. ആ വാല്യൂവിനെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ വാല്യൂ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഒരിക്കലും അപമാനിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സെൽഫ് ലവിലൂടെ അവനവനെ സ്നേഹിച്ചുകൊണ്ട്, അവനവനെ സ്നേഹിക്കുക ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളോട് സത്യസന്ധനായിരിക്കണം. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യരുത്. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, സന്തോഷിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യരുത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തയ്യാറാവണം. അത് ഈവൻ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിലും, പഠിക്കുകയാണെങ്കിലും, നിങ്ങളുടെ ഓഫീസ് ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിലും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവർക്ക് ഹാപ്പി ആക്കാനും വേണ്ടിയല്ല നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. ആ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്യുന്നതിൻ്റെ സന്തോഷം അത് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റണം. അതിന് ആ കർമ്മത്തിൽ സത്യത ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ആ കർമ്മത്തിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, സമർപ്പണം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ശുദ്ധി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് മൂല്യങ്ങളുടെ ആധാരത്തിൽ ജീവിക്കാൻ നമ്മൾ തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു വില വരാനുണ്ട്. ആ വില അതൊരു ശക്തിയാണ്, അതൊരു ആത്മധൈര്യമാണ്, ആത്മാവിൻ്റെ ഊർജമാണ്. ആ ഊർജം പുറത്തു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആദരിക്കാൻ തുടങ്ങും. അവിടെ നമ്മുടെ വാക്ക്, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, ഇതിലെല്ലാത്തിലും ആ വ്യത്യാസം വരാൻ തുടങ്ങും. അതിൻ്റെ പേരാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, അത്തരത്തിൽ നമ്മൾ ആദരിക്കാൻ തുടങ്ങുമ്പോൾ അറിയാതെ പലപ്പോഴും മനുഷ്യന്മാർ, ഞാൻ പറയാറുണ്ട്, നടക്കാൻ പറ്റാത്തവർ വടി കുത്തിപ്പിടിച്ച് നടക്കുമെന്ന് പറയും. അതുപോലെ സ്വന്തം ജീവിതത്തിൽ ഉള്ളിൽ ശക്തിയില്ലാത്തവർ, വീക്കായവർ പുറമെ ഒരുപാട് ആർഭാടങ്ങൾ കാണിച്ചുകൊണ്ട്, വലിയ വലിയ വില പിടിച്ചതായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട്, വലിയ വിലയുടെ ആഭരണം ഇട്ടുകൊണ്ട്, എനിക്ക് ഒരിക്കൽ ഒരു ഭായി ഷെയർ ചെയ്തൊരു അനുഭവമായിരുന്നു. ഏതോ ഒരു സംഘടനയിൽ അങ്ങനെ ലേഡീസിൻ്റെ ഒരു ഘടകം ഉണ്ടായിരുന്നു പോലും. അവിടെ പൊതുവെ ഒത്തുചേരുന്ന സമയത്ത് എല്ലാ സ്ത്രീകളും പല സ്ഥലങ്ങളും നമ്മൾ കാണുന്ന കാര്യമാണ്. പലരും ഒത്തുചേരുന്ന സമയത്ത് അവരുടെ ആഭരണം എങ്ങനെയുണ്ട്, ഇവരുടെ ആഭരണം എങ്ങനെയുണ്ട്, സാരിക്ക് എത്ര വിലയുണ്ട്, മാലയ്ക്ക് എത്ര വിലയുണ്ട് എന്നുള്ളതായിട്ട് നോക്കൽ. ഒരു ലേഡി ഒരു വലിയ വില പിടിച്ചതായിരിക്കുന്ന ഡയമണ്ടിൻ്റെ ഒരു ചെയിൻ വാങ്ങിയിട്ടുകൊണ്ട് ഒരു ഫംഗ്ഷന് വേണ്ടി പോയി അത്ര, അങ്ങനെ ഒരു പ്രോഗ്രാമിൽ. ആ പ്രോഗ്രാമിൽ പോയിട്ട് ഒരാൾ പോലും ആ ലേഡിയുടെ അടുത്ത് സൂപ്പർ ആയിട്ടുണ്ട് മാല എന്ന് പറഞ്ഞില്ല. ഒരാൾ പോലും ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു
ചോദിച്ചില്ല, എത്ര വിലയായും ചോദിച്ചില്ല. തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ലേഡി ഡിപ്രഷനിലേക്ക് പോയി പോലും. കാരണം ആരും ചോദിച്ചില്ല, അയ്യോ ഇത് മോശമായി പോയോ എന്നുള്ള വിചാരം കൊണ്ട്. ഇത് ഞാൻ വെറുതെ ഒരു കഥ പറഞ്ഞതല്ല, ഒരാൾ അനുഭവം എൻ്റെ അടുത്ത് ഷെയർ ചെയ്തതാണ്. ഇത്തരത്തിൽ നമുക്ക് വില കൽപ്പിക്കാൻ വേണ്ടി കൊണ്ട് ആഭരണം ഡ്രസ്സും അണിയരുത്. നമുക്ക് മൂല്യം വേണം. എന്ന് കരുതി എങ്ങനെയോ വേഷം കെട്ടാനൊന്നുമല്ല പറയുന്നത്. കൃത്യമായിട്ട് സ്വയം അവനവനെ ആദരിക്കത്തക്ക രീതിയിൽ മറ്റുള്ളവർക്ക് നമ്മളെ കാണുന്ന സമയത്ത് ആദരവ് തോന്നണം, അല്ലാതെ കുദൃഷ്ടി ഉണ്ടാവരുത്. ആ രീതിയിൽ വൃത്തിയായ രീതിയിലുള്ള പ്രസൻറ്റേഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ ഒരാൾ വന്ന് ആരും ആദരിക്കാറില്ല. അതേസമയം ഒരു റാണിയുടെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ആദരിക്കും. റാണിയുടെ പോലെ ഞാൻ ഉദ്ദേശിച്ചത് ആഭരണത്തിനെയല്ല, നടത്തവും ഇരുത്തവും മാന്യമായ വേഷവിധാനവും കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും അവരെ ആദരവോടെ പെരുമാറും. മോശമായിട്ട് സംസാരിക്കാനാവില്ല അവരുടെ അടുത്ത്. അതുകൊണ്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതും നമുക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റിൻ്റെ പ്രതികരണം തന്നെയാണ്. അതുകൊണ്ട് എന്നോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടും മറ്റുള്ളവരുടെ ദൃഷ്ടി എൻ്റെ നേരെ നല്ലത് വരുന്ന രീതിയിലും ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു കാറ്റഗറിയും വ്യത്യാസമല്ല ഞാൻ പറയുന്നത്, എല്ലാ വ്യക്തികൾക്കും അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. പിന്നെ മറ്റൊന്ന്, ഇത് രണ്ടും സ്ഥൂലമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. ഒപ്പത്തിനൊപ്പം സൂക്ഷ്മത്തിൽ കൂടിയുണ്ട്. ഒരാൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു റാണിയെപ്പോലെ നടക്കാൻ പറ്റണമെങ്കിൽ, ഒരു രാജാവിനെ പോലെ നടക്കാൻ പറ്റണമെങ്കിൽ അവരുടെ ഡ്രീം ഒരു രാജാവിനെ പോലെ റാണിയെപ്പോലെ വലുതായിരിക്കണം. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ പഠിക്കണം. അബ്ദുൾ കലാം പറഞ്ഞ പോലെ തന്നെ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ പഠിച്ചാൽ ജീവിതത്തിൽ ഒരു ഹിമാലയത്തോളം കണ്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു കുന്നോളമെങ്കിലും നമുക്ക് നേടാൻ സാധിക്കും. ജീവിതം സാർത്ഥകമായിട്ട് നമുക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് പല ചൊല്ലുകളും പറയാറുണ്ട് ആളുകൾ, വിരിപ്പിൻ്റെ അത്രയെ കാല് വിരിക്കാവൂ, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാവൂ എന്നൊക്കെ. പലപ്പോഴും നമ്മുടെ ചിന്തകളെ തുറന്നു വിട്ടില്ല എങ്കിൽ, വലുതായിട്ട് സ്വപ്നം കാണാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് സങ്കോചം തോന്നാൻ തുടങ്ങും. അതുകൊണ്ട് ജീവിതത്തിൽ വലിയ ലക്ഷ്യത്തിനെ കാണുക, വലിയ സ്വപ്നങ്ങൾ കാണുക. അതിനുവേണ്ടി ഓരോ ദിവസവും നമ്മളെ ചെക്ക് ചെയ്യുക. ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് സ്വയം ചോദിക്കുക. ഡ്രീം ചെയ്യാൻ ചിലർത്ഥം വലിയ സ്വപ്നവും കണ്ട് അത് ദിവാസ്വപ്നമായി നടക്കുക എന്നുള്ളതല്ല. ഇന്നത്തെ ദിവസം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നോട് ചോദിക്കുക. അങ്ങനെ ദിവസവും അതിനുവേണ്ടി എന്തെങ്കിലും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ നടന്നെടുക്കുന്ന ഫീലിംഗ് നമുക്കുണ്ടാകും. അത് തന്നെയാണ് നമുക്ക് നമ്മളെ ആദരവ് തോന്നുന്നതിൻ്റെ ഏറ്റവും വലിയ ഘടകമായിട്ട് മാറുന്നത്. പിന്നെ ഒരു കാര്യം ഡ്രീം കണ്ടാൽ മാത്രം പോരാ. ഒരു കാര്യം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നോളജ് അത് അത്യാവശ്യമാണ്. പഠനം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ശക്തി കൂട്ടിക്കൊണ്ടേയിരിക്കും. ഒരുപാട് നല്ല ബുക്സ് ഈ ലോകത്തുണ്ട്, ഒരുപാട് അറിവുകൾ പകർന്നു തരുന്നതായിട്ടുള്ള സംഘടനകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിനുള്ളിൽ അവനവനെക്കുറിച്ചറിയാൻ, ഭഗവാനെക്കുറിച്ചറിയാൻ, ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചറിയാനുള്ള എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ ഫ്രീ ആയിക്കൊണ്ട് കോഴ്സ് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഘടനയാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. അവിടെയും നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാം. ഓൺലൈനിൽ ഈ ബുക്സിലൂടെ പൈസ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ബുക്സ് വായിച്ചറിയാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റ വീട്ടിലിരുന്നു കൊണ്ട് നേടാൻ പറ്റും. എല്ലാത്തിനുള്ള സാധ്യതകൾ ഇന്നത്തെ ലോകത്ത് അവൈലബിൾ ആണ്. യൂസ് ചെയ്യാനുള്ളതായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാവണമെന്ന് മാത്രം. അങ്ങനെ എത്ര കൂടുതൽ നിങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കുന്നുണ്ടോ അത്രയും നമുക്ക് നമ്മളോടുള്ളതായിട്ടുള്ള വില കൂടും. നിങ്ങളോട് എത്ര വില കൂടുന്നുണ്ടോ അത്രയ്ക്കും മറ്റുള്ളവർക്ക് നിങ്ങളോടതായിട്ടുള്ള വില കൂടിക്കൊണ്ടിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, അറിവുകൾ സ്വന്തം മനസ്സിൽ ഒതുക്കി വെക്കാൻ മാത്രമുള്ളതല്ല, പകർന്നു കൊടുക്കാനുള്ളതാണ്. വിദ്യ കൊടുക്കും തോറും വർദ്ധിക്കുന്ന ഒന്നാണ്. എന്തറിവ് നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ടോ അത് പരമാവധി ആളുകൾക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കൂ. അവരുടെയും ജീവിതാനുഗ്രഹവും അതിനുവേണ്ടി നല്ല ആശയവിനിമയത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഏറ്റവും നന്നായി ആദരിക്കും. ഒരു സത്യം എന്താണെന്നറിയോ? ഏത് കണ്ണിലൂടെ നിങ്ങളെ കാണുന്നുണ്ടോ ആ കണ്ണിലൂടെ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളെ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങൾ എത്ര ആദരവ് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ അത്ര ആദരവ് മറ്റുള്ളവർ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നിങ്ങളെ അപമാനിക്കാൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ അപമാനിക്കാൻ കാരണക്കാരാവുന്നത്. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ പ്രിൻസിപ്പിളാക്കി മാറ്റൂ. ഇത് ജീവിതത്തിൻ്റെ ആധാരമാക്കി മാറ്റൂ. ഞാൻ പഠിക്കും, ഞാൻ വായിക്കും, ഞാൻ അറിയും, ഞാൻ എന്നെ ഡെവലപ്പ് ചെയ്യും, ഞാൻ എന്നെ നന്നായി പ്രസൻറ്റ് ചെയ്യും, ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണും, ഞാൻ
ഞാൻ എല്ലാവർക്കും പകർന്നു കൊടുക്കും. ഞാൻ എന്നെ ആദരിച്ച് ഡിസിപ്ലിൻഡ് ആയിക്കൊണ്ട് ആ പ്രിൻസിപ്പിൾസിൻ്റെ ആധാരത്തിലൂടെ, ആദർശങ്ങളുടെ ആധാരത്തിലൂടെ സത്യസന്ധമായൊരു ജീവിതം മുന്നോട്ട് നയിച്ചു നോക്ക്. നിങ്ങളെ അപമാനിക്കാൻ ആർക്കും സാധ്യമല്ല. ഈശ്വരൻ നിങ്ങളെ ആദരിക്കാൻ തുടങ്ങും. ഈശ്വരൻ ആദരിക്കുന്ന ഒരു വ്യക്തിയെ മറ്റാർക്കും അനാദരിക്കാൻ സാധ്യമല്ല. അങ്ങനെ ആദരവിന് ആധാരമായിക്കൊണ്ട് ഒരു ശ്രേഷ്ഠമായ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.